ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കൽ, സേവനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾക്ക് നിവേദനവുമായി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏത് മന്ത്രിമാരെയും പോയി കാണാൻ പറ്റും എന്നുള്ളത് പറയുന്നത് ഈ ജനാധിപത്യത്തിലൊരു ശ്വാസം നേരെ വിടാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത പരിശോധിക്കണമെന്നാണ് വിശദീകരണം. എല്ലാം പരിശോധിക്കണമല്ലോ. അവിടെ അങ്ങനെ പരിശോധിക്കാതെ പഠനം നടത്താതെയാണ് വാഗ്ദാനം നൽകിയത് എന്ന് തോന്നുന്നു. അതെ, ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി പണമാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാധ്യത ഉണ്ടാകുന്ന പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുത്തിട്ടല്ല ബാധ്യത ഉണ്ടാകുന്നത്. ബാധ്യത ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ധൂർത്തടിക്കുമ്പോഴാണ് ബാധ്യത ഉണ്ടാകുന്നത്. ഇഷ്ടക്കാർക്ക് വാരിക്കയറി കൊടുക്കുമ്പോഴാണ് ധൂർത്തുണ്ടാകുന്നത്. പ്രയോറിറ്റി വേണം, മുൻഗണന. ആർക്ക് എന്ന മുൻഗണന, ഇത് മുഴുവൻ വേണം.